ദർപ്പണം കലാകേന്ദ്രയുടെ കാസർഗോഡ് ജില്ലാതല ചിത്രകലാ ക്യാമ്പ് പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടങ്ങി. വരയാട്ടം എന്ന പേരിൽ നടത്തുന്ന 2 ദിവസത്തെ ക്യാമ്പിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 80ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കളിചിരികൾക്കിടയിൽ ചായക്കൂട്ടുകളാൽ ചിത്രരൂപങ്ങൾ ഒരുക്കുന്നതിൽ മുഴുകി കുട്ടികൾ. മിനിറ്റുകൾക്കകം കടലാസിലും ക്യാൻവാസിലുമെല്ലാമായി വിരിഞ്ഞത് നിരീക്ഷണത്തിൻ്റെയും ഭാവനയുടെയും കൗതുകം ജനിപ്പിക്കുന്ന വൈവിധ്യമാർന്ന അടയാളപ്പെടുത്തലുകൾ. വരയാട്ടം എന്ന പേരിൽ ദർപ്പണം കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിവരുന്ന ചിത്രകലാ ക്യാമ്പിലാണ് വരയറിഞ്ഞും നിറമറിഞ്ഞും കുട്ടികൾ അവധിക്കാലം ആഘോഷിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലകളിൽ അഭിരമിച്ച് കല തന്നെ ലഹരിയായി കരുതി ജീവിതത്തിൻ്റെ വഴികളിൽ മുന്നേറി മറ്റ് രാസലഹരികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് DYSP കൂടിയായ ഉദ്ഘാടകൻ കുട്ടികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. കലകളിലൂടെയും സർഗാത്മക കൂട്ടായ്മകളിലൂടെയും ജീവിതം വഴിതിരിച്ചുവിടാനാകുമെന്നും അതിന് ഇത്തരം ക്യാമ്പുകൾ വളരെയധികം സഹായകമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പോസിറ്റീവ് ലഹരി കുത്തിവെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർത്തവ്യം. കാരണം നിലവിൽ നെഗറ്റീവ് ലഹരി കുത്തിവെക്കാൻ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ മക്കൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് പകരം ഞങ്ങളിതാ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി എന്നുള്ളൊരു ചിന്താഗതി പലപ്പോഴും തമാശ രൂപേണ കുട്ടികൾ പറയാറുണ്ട്. അകത്തിരുന്ന വലിയ ചൂട്, വെളിയിലിറങ്ങിയ പാമ്പ്, ഇനി അതെല്ലാം അകത്തിരുന്നാൽ അവര് നമ്മുടെ സൈബർ ലോകത്തിന്റെ ചതിക്കുഴികളിലേക്ക് വീഴാനുള്ള സാധ്യത, എന്തിനും ഏതിനും അവർക്കിപ്പോ ഗൂഗിളിന്റെ സപ്പോർട്ടാണ്, മൊബൈൽ ഫോണിന്റെ സപ്പോർട്ടാണ്. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ അവരെ വേട്ടയാടുന്നതിനപ്പുറം വളരെ ഭീകരമായിട്ട് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളെ വേട്ടയാടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന്, ഡ്രഗ് മാഫിയകളുടെ പ്രവർത്തനം ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ വൈബ്രന്റ് ആണ്, ഇല്ലേ? നമ്മളിപ്പോ നിങ്ങൾ എന്ത് അഭ്യാസം ഇവിടെ കാണിച്ചാലും, ഞാനിനി കഥകളിയിലെ നരസിംഹാവതാരം എടുത്തിവിടെ കാണിച്ചാലും നമ്മുടെ മക്കളുടെ എനർജി മുഴുവൻ സമയവും അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് അച്ഛനമ്മമാർക്കില്ല, അധ്യാപകർക്കില്ല, നാട്ടുകാർക്കില്ല. ചടങ്ങിൽ പുല്ലൂർ GEP സ്കൂൾ അധ്യാപകൻ P ജനാർദ്ദനൻ അധ്യക്ഷനായി. അനുബന്ധമായി മാധ്യമപ്രവർത്തകരായ K ബാബു, TK പ്രഭാകരൻ എന്നിവർക്ക് ആദരവ് നൽകി. രാജേന്ദ്രൻ പുല്ലൂർ, അനിൽ പുളിക്കാൽ, P ബാലകൃഷ്ണൻ, ഷാജി എടമുണ്ട, K ഷീബ, അനീഷ് ബന്ദർക്ക എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 80ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചിത്രകലയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസും വരയുടെ മാധ്യമം, മരം വര, ബുക്ക് വര, കരിവര തുടങ്ങിയവയും ക്യാമ്പിൻ്റെ ആദ്യ ദിനത്തെ സജീവമാക്കി. ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ് ക്യാമ്പ് ഡയറക്ടർ. ന്യൂസ് ബ്യൂറോ, പെരിയ.